ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ആക്നി മെഡിക്കേഷനെ കുറിച്ചിട്ടാണ്. ഐസോട്രെറ്റിനോൾ എന്ന് പറഞ്ഞ ഒരു മെഡിസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ഓൾറെഡി ആക്നി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടോപ്പിക്കൽ ക്രീംസിന്റെ ഒക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്നൊരു റിക്വസ്റ്റ് ആയിരുന്നു ഈ ഒരു ഐസോട്രെറ്റിനോളിനെ കുറിച്ചിട്ട് പറയാമോ. ഐസോട്രെറ്റിനോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ പല വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സെൽഫായിട്ട് നിങ്ങൾ വാങ്ങി ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഈ ഒരു ക്യാപ്സ്യൂൾ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഐസോട്രെറ്റിനോയിൻ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റമിൻ എ ഡെറിവേറ്റീവ് ആണ്. അതായത് നമ്മൾ ട്രെറ്റിനോയിൻ ഒക്കെ ചെയ്തില്ലേ, സോ സെയിം ക്ലാസ്സിൽ വരുന്ന ഒന്ന് തന്നെയാണ് ഐസോട്രെറ്റിനോയിൻ. വൈറ്റമിൻ എ ഡെറിവേറ്റീവിൽ ഫസ്റ്റ് ജനറേഷൻ ട്രെറ്റിനോയിൻ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ട്രെറ്റിനോയിനും ഐസോട്രെറ്റിനോയിനും. ഇത് രണ്ടും ഒരു ഐസോമർ ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ രണ്ടിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഐസോട്രെറ്റിനോയിൻ എന്ന് പറയുന്നത്. നമ്മൾ പണ്ടത്തെ വീഡിയോസിൽ ടൈപ്സ് ഓഫ് ആക്നീസ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള ആക്നി ആണെന്ന് മനസ്സിലാവണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. സോ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഈ ഒരു നൊഡ്യൂൾസ്, സിസ്റ്റ്, ഇങ്ങനത്തെ കണ്ടീഷൻസിൽ, ഇങ്ങനത്തെ ആക്നി കണ്ടീഷൻസിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഐസോട്രെറ്റിനോയിൻ. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു ആക്നി വന്നിട്ട് പോകുമ്പോൾ സ്കാർ വരുന്ന ടൈപ്പ് ഓഫ് ആക്നീസ് ഇല്ലേ, സോ അങ്ങനത്തെ ആക്നീസിനാണ് കൂടുതലും ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ ഒരു ഐസോട്രെറ്റിനോയിൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഫസ്റ്റ് ചോയ്സ് അല്ല. അതായത് ഒരു ആക്നി ട്രീറ്റ്മെന്റ് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഐസോട്രെറ്റിനോയിൻ അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. കൂടുതലും ഇത് പല മെഡിസിൻസ് അല്ലെങ്കിൽ പല ട്രീറ്റ്മെന്റ്സ് നോക്കി അത് എഫക്റ്റീവ് അല്ല എന്ന് കാണുമ്പോഴാണ് കൂടുതലും ലാസ്റ്റ് ഒരു ചോയ്സ് ആയിട്ടാണ് ഐസോട്രെറ്റിനോയിൻ കൂടുതലും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്ര സിവിയർ കണ്ടീഷൻ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഐസോട്രെറ്റിനോയിൻ എഴുതാറുള്ളൂ. സോ അതെന്താന്ന് വെച്ചാൽ ഐസോട്രെറ്റിനോയിൻ എഫക്റ്റീവ് അല്ലാത്തതുകൊണ്ടല്ല, ഐസോട്രെറ്റിനോയിൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. അതുപോലെ തന്നെ ഐസോട്രെറ്റിനോയിന് കുറച്ച് സൈഡ് എഫക്ട്സും ഉണ്ട്. സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കട്ടെ, ഒരു മെഡിസിൻ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണെങ്കിൽ അതിന് അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്ട്സും കാണും. സോ അതുകൊണ്ട് ഐസോട്രെറ്റിനോയിൻ വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ. സോ ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടും ആക്നി ട്രീറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇത് പല യൂസസ് ഇതിനുണ്ടെങ്കിലും മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ആക്നി ട്രീറ്റ്മെന്റിനായിട്ടാണ് യൂസ് ചെയ്യാറ്. ആക്നി ട്രീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ഫേസിൽ വരുന്ന ഈ ഒരു ഓപ്പൺ പോർസിനെ റെഡ്യൂസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ട്രെറ്റിനോയിൻ ഒക്കെ പറഞ്ഞില്ലേ, ഇതും അതുപോലെ ഒരു വൈറ്റമിൻ എ ഡെറിവേറ്റീവ് ആണ്. സോ ഇത് അതിനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വ്രിങ്കിൾസ്, ഏജിങ് സൈൻസ് ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനും ഈ ഒരു മെഡിസിൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതിന് വരുന്ന ഏറ്റവും വലിയൊരു സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈനെസ് ആണ്. നമ്മൾ റെറ്റിനോയിൻ പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നു ഇങ്ങനെയുള്ള മെഡിസിൻസ് എല്ലാം നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രൈനെസ് ഉണ്ടാക്കുന്നു. അതിനേക്കാളും ഏറ്റവും കൂടുതൽ ഡ്രൈനെസ് ഉണ്ടാക്കുന്ന ഒരു മെഡിസിൻ ആണ് ഈ ഒരു ഐസോട്രെറ്റിനോയിൻ എന്ന് പറഞ്ഞാൽ. എന്താന്ന് വെച്ചാൽ ഈ ഒരു ഐസോട്രെറ്റിനോയിൻ നമ്മുടെ ഓയിൽ ഗ്ലാൻസിനെ സ്ട്രിങ്ക് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഓയിൽ പ്രൊഡക്ഷൻ നടക്കാതെ വരും. എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ നടക്കാതെ നമ്മുടെ ഫേസ് നോർമൽ ആക്കി കൊണ്ടുപോവുകയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഓയിൽ പ്രൊഡക്ഷൻ നടക്കാതെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ എന്താ ഡ്രൈനെസ് ഉണ്ടാകും. ഫേസ് മാത്രമല്ല, നമ്മുടെ ലിപ്സിലാണ് ഇത് നന്നായിട്ട് എഫക്ട് ചെയ്യുന്നത്. ലിപ്സ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും, പെട്ടെന്ന് വരണ്ട് പൊട്ടുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ഈ ഒരു മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതുപോലെ ഡ്രൈ ഐസ് ഉണ്ടാവാം. ഇങ്ങനത്തെയൊക്കെ കണ്ടീഷൻസ് ഇതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ടാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ സ്കിന്നിൽ റാഷസ് ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ ഇതൊക്കെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്ട്സിൽ വരുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം വേറെ ട്രീറ്റ്മെന്റ്സ്, അതായത് ലേസർ, അതുപോലെ തന്നെ വാക്സിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇതെന്താന്ന് വെച്ചാൽ ഈ ഒരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൂണ്ട് ഹീലിംഗ് പവറിനെ അല്ലെങ്കിൽ വൂണ്ട് ഹീലിംഗ് പ്രോസസ്സിനെ കുറയ്ക്കുന്ന ഒരു മെഡിസിനാണ്. അതായത് മുറിവുകൾ ഉണ്ടായാൽ പെട്ടെന്ന് ഇത് ഉണങ്ങത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വേറെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ഒന്നും ഇത് ഈ ഒരു മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പം എടുക്കരുതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഐസോട്രെറ്റിനോയിൻ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ അത് നിർത്തിയിട്ട് ഒരു 6 months വരെയും ഇതുപോലെയുള്ള ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്സും എടുക്കാനായിട്ട് പാടില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ. അതുപോലെ തന്നെ ഈ ഒരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ മെന്റൽ ഹെൽത്തിനെ ബാധിക്കാറുണ്ട്. അതായത് ഡിപ്രഷൻ പോലുള്ള ചെറിയ ചെറിയ ആൻസൈറ്റീസ് അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിളിനെ ഇത് അഫക്റ്റ് ചെയ്യുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു മെഡിസിൻ ഒരിക്കലും പ്രഗ്നൻസി സമയത്ത്, അതുപോലെ പ്രഗ്നൻസി പ്ലാനിങ് സമയത്ത്, ബ്രസ്റ്റ് ഫീഡിങ് സമയത്തൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല.
ഇത് മെയിൻലി ബേബിയുടെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബേബിയുടെ ഗ്രോത്ത് ഡിഫക്റ്റീവ്നെസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. മിസ്കാരേജ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മെഡിസിൻ ഈ ഒരു സമയങ്ങളിലൊന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഈ ഒരു ഐസോട്രെറ്റിനോയിൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇപ്പോൾ മാരീഡ് ഒക്കെ ആണെങ്കിൽ ഒരു മാസം മുമ്പ് തൊട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കോൺട്രാസെപ്റ്റീവ് പിൽസ് എഴുതാം. അതായത് പ്രഗ്നൻ്റ് ആവാതിരിക്കാൻ വേണ്ടി പിൽസ് എഴുതാനുള്ള ചാൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനൊക്കെ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഈ ഒരു മെഡിസിൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു മെഡിസിൻ സ്റ്റോപ്പ് ചെയ്താലും 1 മന്ത് വരെയും ചിലപ്പോൾ നമ്മൾ ഈ ഒരു കോൺട്രാസെപ്റ്റീവ് പിൽസ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. കാരണം ഒരു 1 മന്ത് വരെയെങ്കിലും ഈ ഒരു പ്രഗ്നൻസി ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ ഇങ്ങനത്തെ പ്രഗ്നൻസി ഇതിൻ്റെ ഇടയ്ക്ക് ആയാൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് ഈ ഒരു മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഈ ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മെഡിസിൻ ആ ഒരു ബ്ലഡിൽ കാണുമല്ലോ. അപ്പോൾ അത് പ്രഗ്നൻറ്റ് വുമണിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ എംബ്രിയോയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ബേബി അഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ അത് ഈ ഒരു മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതുപോലെ ഈ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു 1 മന്ത് വരെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ ഒരു ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് മാരീഡ് ആയി അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്തായിരുന്നു നിങ്ങളുടെ മാരേജ്, ഈ ഒരു ഐസോട്രെറ്റിനോയിൻ എടുക്കുന്ന സമയത്തായിരുന്നു നിങ്ങളുടെ മാരേജ് എങ്കിൽ പോലും നിങ്ങൾ അത് ഡോക്ടറിനോട് പറയണം. കാരണം ഇങ്ങനത്തെ സമയങ്ങളിൽ പ്രഗ്നൻസി വന്നാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ അത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോൺട്രാസെപ്റ്റീവ് പിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിക്കോഷൻസോ ഒക്കെ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. സോ അത് പ്രത്യേകം നിങ്ങൾ ഡോക്ടറിനോട് പറയുക തന്നെ ചെയ്യണം കേട്ടോ. ഇനി ഒരു മെഡിസിൻ എത്ര നാൾ നമ്മൾ യൂസ് ചെയ്യണം? ഈ ഒരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കൂട്ട് നല്ല എഫക്റ്റീവ്നെസ് ഉള്ളൊരു മെഡിസിനാണ്. 1 മാസം നമ്മൾ കഴിച്ചാൽ തന്നെ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. മെയിനായിട്ട് ഒരു 7 മന്ത്സ് 8 മന്ത്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതായത് ചിലപ്പോൾ ഡോസ് കൂട്ടാറുണ്ട്, കുറയ്ക്കാറുണ്ട്. ഇങ്ങനെ ഈ ഒരു ഡോസ് ആദ്യം ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഒരു ഡോസിലായിരിക്കും. അത് നിങ്ങൾക്ക് ഓക്കെ ആയതിനു ശേഷം ചിലപ്പോൾ ഡോസ് ഒന്ന് കൂട്ടാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നിങ്ങളുടെ കണ്ടീഷൻ്റെയും ആ ഒരു ഡോസിൻ്റെ ഒക്കെ ബേസിസിലായിരിക്കും ഈ ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ പോകുന്നത്. ഇതൊരു 7 മന്ത്സ് 8 മന്ത്സ് ഒക്കെയാണ് കൂടുതലും പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നന്നായിട്ട് ഈ ഒരു കണ്ടീഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് പിമ്പിൾസ് ആക്നീസ് നന്നായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ആദ്യം കുറച്ച് ദിവസങ്ങളിൽ. ഇത് ഫ്ലെയർ അപ്പ് എന്ന് പറയും. ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു മെഡിസിൻ നിങ്ങളുടെ ശരീരത്ത് ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ ശരീരത്തെ എഫക്റ്റീവ് ആണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സോ നിങ്ങൾ അത് കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി ഇങ്ങനത്തെ കണ്ടീഷൻ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്താൽ ചിലപ്പോൾ ഇതിന് വേണ്ടിയുള്ള എക്സ്ട്രാ മെഡിസിൻസ് കാര്യങ്ങളും ഒക്കെ തരാം ഇത് ഈ ഒരു ഐസോട്രെറ്റിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. സോ അത് പെട്ടെന്ന് തന്നെ അങ്ങ് മാറുകയും ചെയ്യും. പിന്നീട് ഇത് കഴിക്കുന്ന ഒരു മാസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് അറിയാനായിട്ടും പറ്റും. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി വരുന്ന ഒരു ഡൗട്ടാണ് ഈ ഒരു ഐസോട്രെറ്റിനോയിൻ കഴിക്കുമ്പോൾ ഹെയർ ലോസ് ഉണ്ടാവുമെന്നും. ഐസോട്രെറ്റിനോയിൻ കഴിക്കുമ്പം ഹെയർ ലോസ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് കാണാറുണ്ട്. അതായത് കുറച്ച് ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല ഹെയർ പോകുന്നത് പോലെ കാണാറുണ്ട്. അത് നോർമലാണ്. അതിനുശേഷം അത് നോർമലായി മാറിക്കൊള്ളും. അത് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെ കാണാറുണ്ട്. സോ ഐസോട്രെറ്റിനോയിൻ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ അത്യാവശ്യം നല്ല എഫക്റ്റീവ്നെസ് തരുന്ന ഒരു മെഡിസിൻ ആയിരുന്നു ഐസോട്രെറ്റിനോയിൻ. പക്ഷേ അത് കഴിക്കുമ്പോൾ നല്ല കെയർഫുൾ ആയിട്ട് വേണം. ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു മെഡിസിൻ കഴിക്കാനായിട്ട് പാടുള്ളൂ. ഒരിക്കലും സെൽഫായിട്ട് ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.